സഹകാരി റൈസ് പ്ലസിൻ്റെ ഇംഗ്ലീഷ് വൊക്കാബുലറി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു PYQ, അതുമായി ബന്ധപ്പെടുത്തി വൊക്കാബുലറിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം ആ ഒരു PYQ അല്ലെങ്കിൽ ആ ഒരു ചോദ്യവും റിലേറ്റഡ് ആയിട്ട് പറയുന്ന PYQ എന്നോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. നമ്മളിനി വേറൊരു നോട്ട് എഴുതാനോ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യുന്നുണ്ട് എഴുതിയെടുത്ത് ഇനി പഠിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇരിക്കരുത്. എന്നോടൊപ്പം പറയുക, എന്ത് ചെയ്യുന്നു ഒന്ന് പഠിക്കുക. പെട്ടെന്ന് നമ്മൾ വേഗത്തിൽ പഠിച്ചു പോകുന്നു. വൊക്കാബുലറി സീരീസ് ആണ്. ഒരു ചോദ്യം അതുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് വൊക്കാബുലറി പഠിക്കുന്നു, അടുത്ത ചോദ്യം അതുമായി റിലേറ്റ് ചെയ്യുന്ന വൊക്കാബുലറി. നിങ്ങൾ എന്നോടൊപ്പം വേഗത്തിൽ പഠിച്ചു പോവുക. നമ്മൾ കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ, അതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ചു പോവുക. അതിൽ ആദ്യത്തത് ചോദ്യം ഇങ്ങനെയായിരുന്നു, നോക്കിയേ, ഒരു PYQ ആണ്. ദ ജെൻഡർ ഓഫ് ദ വേർഡ് പീകോക്ക്. പീകോക്ക് എന്ന് പറയുന്ന ജെൻഡർ എന്ത് ജെൻഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോമൺ ജെൻഡർ ആണ്, മസ്കുലൈൻ ജെൻഡർ ആണ്, അതേപോലെ ഫെമിനൈൻ ആണ്, ന്യൂട്രൽ ആണ്. ഏതാ ഉത്തരമായിട്ട് വരുന്നത്? പീകോക്ക് എന്നത് എന്താ, ഒരു മെയിൽ ജെൻഡർ ആണ്. ഏതാ മെയിലായിട്ടുള്ള ജെൻഡർ. മസ്കുലൈൻ ആണ് ജെൻഡർ ആയിട്ട് വരുന്നത്. മസ്കുലൈൻ ജെൻഡർ ആണ് ഏത്? പീകോക്ക്. അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് പീഹെൻ. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ജെൻഡർ ആണ്. ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണും പെണ്ണുമാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. വേഗം എന്നോടൊപ്പം ഒന്ന് പഠിച്ചേ. കുറച്ച് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള കുറച്ച് ജെൻഡറുകൾ, മെയില് ഫീമെയില്. അതിൽ ആൻറ്റിലോപ്പ് മെയിലാണ്, അതിൻ്റെ ഫീമെയില് ഡോയി ആണ്. ആൻറ്റിലോപ്പിൻ്റെ ഫീമെയിൽ ഏതാ? ഡോയി. ഉറച്ചു പറഞ്ഞേ, ആൻറ്റിലോപ്പ് ഡോയി. രണ്ടാമത്തെ നോക്കിയേ, ആസ്. ആസിൻ്റെ ഫീമെയിലാണ് ജെന്നി. ആസിൻ്റെ ഫീമെയിൽ ഏതാ? ജെന്നി. രണ്ട് വാക്കുകൾ, ആൻറ്റിലോപ്പ് ഡോയി, ആസ്, ജെന്നി. മൂന്നാമത്തെ നോക്കിയേ, ബാച്ചിലർ. ബാച്ചിലറിൻ്റെ ഓപ്പോസിറ്റ് ആണ് സ്പിൻസ്റ്റർ എന്ന് പറയുന്നത്. ബാച്ചിലർ ഓപ്പോസിറ്റ് ഏതാ? സ്പിൻസ്റ്റർ. അടുത്ത വാക്ക് നോക്കിയേ, ബെയർ. ബെയറിൻ്റെ ഓപ്പോസിറ്റ് ആണ് സോ എന്ന് പറയുന്നത്. ബെയർ, സോ. വാക്കുകളെന്ന് പറഞ്ഞേ, ആൻറ്റിലോപ്പ് ഡോയി, ആസ്, ജെന്നി, ബാച്ചിലർ, സ്പിൻസ്റ്റർ, ബെയർ, സോ. അതുപോലെ കോക്ക്. നമുക്ക് പീകോക്ക് പറഞ്ഞില്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഹെന്ന്. കോക്കിൻ്റെ ഓപ്പോസിറ്റ് ഹെൻ എന്നാണ്. എന്നാൽ കോൾട്ട് ആണെങ്കിൽ ആൺ കുതിരക്കുട്ടിക്ക് പറയുന്ന പേരാണ് കോൾട്ട്. അതിൻ്റെ ഫീമെയിലാണ് ഫില്ലി. കോൾട്ടിൻ്റെ ഫീമെയിൽ ഏതാ? ഫില്ലി. അതുപോലെ ഡിയർ. ഡിയറിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡോയി. ഡിയറിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഡോയി എന്നാണ് പറയുന്നത്. ഡിയർ, ഡോയി. ഡോങ്കി ആണെങ്കിലും എന്ത് തന്നെയാണ്? ഡോങ്കി ആസ് ഈക്വൽ ആണ് ജെന്നി. ഈക്വൽ പേരുകളാണ് ഡോങ്കി, ജെന്നി. വാക്കുകളൊന്ന് പറഞ്ഞേ, ആൻറ്റിലോപ്പ് ഡോയി, ആസ്, ജെന്നി, ബാച്ചിലർ, സ്പിൻസ്റ്റർ, ബെയർ, സോ, കോക്ക്, ഹെന്ന്, അതേപോലെ കോൾട്ട്, ഫില്ലി, ഡിയർ, ഡോയി, ജോ, ഡോങ്കി, ജെന്നി. ഡോങ്കി, ജെന്നി. അടുത്ത സെറ്റ് നോക്കിയേ, ഡ്രാക്ക്. ഓപ്പോസിറ്റ് ആണ് ഡക്ക്. ഡക്ക് ഫീമെയിൽ ആണ്, എൻ്റെ മെയിൽ രൂപത്തിന് പറയുന്ന പേരാണ് ഡ്രാക്ക്. പറഞ്ഞേ, പരീക്ഷയ്ക്ക് ചോദിച്ചുള്ളതാ. ഡ്രാക്ക്, ഡക്ക്. എന്നാ എന്ത് ചെയ്യുന്നൂടെ, ഡ്യൂക്ക് ആണെങ്കിലാ ഡച്ചസ് എന്നാണ് പറയുന്നത് കേട്ടോ. ഡ്യൂക്ക്, ഡച്ചസ്. ഡ്യൂക്ക് ആണെങ്കിൽ ഡച്ചസ്. ഇപ്പൊ ഡ്രാക്ക്, ഡക്ക്, ഡ്യൂക്ക്, ഡച്ചസ്. എന്നാ ഫോക്സിന്റെ ഓപ്പോസിറ്റ് ആണ് വിക്സൺ എന്ന് പറയുന്നത്. ഫോക്സ് ഏതാ? വിക്സൺ. ഫോക്സ്, വിക്സൺ. ഹോഴ്സ് ആണെങ്കിൽ മേയർ ആണ്. ഹോഴ്സ്, മേയർ. ഹോഴ്സ്, മേയർ. ഒന്ന് പറഞ്ഞേ, ഡ്രാക്ക്, ഡക്ക്, ഡ്യൂക്ക്, എന്ത് ചെയ്യുന്നു? നമ്മളേതാ? ഡ്യൂക്ക്, ഡച്ചസ്. ഡ്യൂക്ക് ആണെങ്കിൽ ഡച്ചസ്, ഫോക്സ്, വിക്സൺ, ഹോഴ്സ്, മേയർ. ഇനി ഗാൻഡർ ഓപ്പോസിറ്റ് ആണ് ഗൂസ്. ഗൂസ് നമ്മൾ അരയന്നെ, അതിൻ്റെ മെയിൽ രൂപമാണ് ഗാൻഡർ എന്ന് പറയുന്നത്. അപ്പം ഗാൻഡർ, ഗൂസ്. ഗാൻഡർ ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഗാൻഡർ, ഗൂസ്. പിഗിൻ്റെ ഓപ്പോസിറ്റ് ആണ് സോ. പിഗ്, സോ. പിഗ് ഏതാ? സോ. അടുത്ത റാബിറ്റ് ആണെങ്കിൽ ഡോയി. റാബിറ്റിൻ്റെ ഓപ്പോസിറ്റ് ഏതാ? ഡോയി. റാബിറ്റ്, ഡോയി. റാം ഓപ്പോസിറ്റ് യു. യു ചെമ്മരിയാടിൻ്റെ ഫീമെയിലിന് പറയുന്ന പേരാണ് യു. റാം അതിൻ്റെ മെയിൽ. റാം, യു. ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റാം, യു. റാറ്റ് ആണെങ്കിലും ഡോയി ആണ്. റാറ്റ് ആണെങ്കിൽ ഏതാ? ഡോയി. അതേപോലെ റോസ്റ്റർ ഫീമെയിൽ, നിങ്ങൾക്ക് ചോദിച്ചാൽ റോസ്റ്റർ ഫീമെയിൽ ഹെന്നാണ്. അപ്പോൾ റോസ്റ്റർ, ഹെന്ന്. ഒന്നും കൂടെ പറഞ്ഞേ, ഡ്രാക്ക്, ഡക്ക്. ഇനി അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഡ്യൂക്ക്, ഡച്ചസ്, ഫോക്സ്, വിക്സൺ, ഹോഴ്സ്, മേയർ, ഗാൻഡർ, ഗൂസ്, പിഗ്, സോ, റാബിറ്റ് ഏതാ? ഡോയി, റാം, യു, റാറ്റ്, ഡോയി, റോസ്റ്റർ, ഹെന്ന്.
മറക്കൂലല്ലോ. അടുത്ത് നോക്കിയേ, നെഫ്യൂ ഓപ്പോസിറ്റ് ഏതാ? നൈസ്. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റിനാ. നെഫ്യൂ ഏതാ? നൈസ്. നെഫ്യൂ നൈസ്. അടുത്ത് നോക്കിയേ, ഒരു കോഡിലൂടെ നമുക്ക് കുറേ അധികം മെയിലും ഫീമെയിലും പഠിക്കാൻ വേണ്ടി പറ്റും. കോഡ് ഇങ്ങനെ പഠിക്കുക. ഒന്ന് എല്ലാവരും ഉറച്ചെന്നോടൊപ്പം പറഞ്ഞേ. കോഡ് ഇങ്ങനെയാണ്: JCB വാങ്ങാൻ പോയ MLA GST കണ്ട് PH പോയി. നമ്മളതാ ഇപ്പോൾ തന്നെ കുറേ പഠിച്ചു. അപ്പോൾ ഈ ഇത്രയും മെയിൽ ഫീമെയിൽ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം മെയിൽ ഫീമെയിലായി. ഏകദേശം നമ്മൾ മെയിലും ഫീമെയിലും പഠിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് അത്രയും നമ്മൾ പഠിച്ചു കഴിയും. അപ്പോൾ കോഡ് എങ്ങനെയാണ്? JCB വാങ്ങാൻ പോയ MLA GST കണ്ട് PH പോയി. ഹെഡിങ് ഇങ്ങനെ ഇടുക: ESSൽ അവസാനിക്കുന്ന ഫീമെയിൽ. ESSൽ അവസാനിക്കുന്ന ഫീമെയിൽ. ESSൽ അവസാനിക്കുന്ന ഫീമെയിൽ. അപ്പം ഞാൻ ഈ വാക്കുകൾ പറയുന്നു. ഇതിൻ്റെ ഫീമെയിൽ പറയാൻ പറഞ്ഞാൽ ഈ വാക്കിനോടൊപ്പം ESS ചേർത്ത് പറയുക. കോഡ് എങ്ങനെയാ? JCB വാങ്ങാൻ പോയ MLA GST കണ്ട് PH പോയി. ജെയിൽ വരുന്ന വാക്കാണ് ജൂ. ജെ ഏതാ? കൂടെ പഠിച്ചേ, ജൂ. സിയിൽ 2 വാക്ക്: കൗണ്ട്, കണ്ടക്ടർ. സിയിൽ വരുന്ന 2 വാക്ക് ഏതാ? കൗണ്ട്, കണ്ടക്ടർ. കൗണ്ട്, കണ്ടക്ടർ. ബിയിൽ വരുന്ന വാക്ക് ബാരൻ. ബിയിൽ വരുന്ന വാക്ക് ഏതാ? ബാരൻ. ബിയിൽ വരുന്ന വാക്കാണ് ബാരൻ. ഓക്കെ. അപ്പൊ ജെയിൽ വരുന്ന വാക്ക് ജൂ. സിയിൽ വരുന്ന 2 വാക്ക് ഏതാ? കൗണ്ട്, കണ്ടക്ടർ. ബിയിൽ വരുന്ന വാക്ക് ബാരൻ. അടുത്ത എമ്മിൽ വരുന്ന വാക്കാണ്. 5 വാക്കുണ്ട്: മർഡറർ, മേയർ, മാസ്റ്റർ, മാനേജർ, മില്ലേനിയർ. പറഞ്ഞേ, കൂടെ പറഞ്ഞേ: മർഡറർ, മേയർ, മാസ്റ്റർ, മാനേജർ, മില്ലേനിയർ. അടുത്ത എല്ല്. എല്ലിൽ വരുന്ന വാക്ക് ലയൺ, ലെപ്പേർഡ്. എല്ലിൽ വരുന്ന വാക്ക് ഏതാ? ലയൺ, ലെപ്പേർഡ്. എയിൽ വരുന്ന വാക്ക് ഓദർ, ആക്ടർ. എയിൽ വരുന്ന 2 വാക്ക് ഏതാ? ഓദർ, ആക്ടർ. എയിൽ വരുന്ന 2 വാക്ക് ഓദർ, ആക്ടർ. അതേപോലെ ജിയിൽ വരുന്ന വാക്ക് ഗോഡ്, ജൈൻറ്റ്. ജിയിൽ വരുന്ന വാക്ക് ഏതാ? ഗോഡ്, ജൈൻറ്റ്. ഇനി അതേപോലെ എസ്സിൽ വരുന്ന 2 വാക്ക് സ്റ്റിവാർഡ്, ഷെപ്പേഡ്. എസ്സിൽ വരുന്ന 2 വാക്ക് ഏതാ? സ്റ്റിവാർഡ്, ഷെപ്പേഡ്. സ്റ്റിവാർഡ്, ഷെപ്പേഡ്. ടിയിൽ വരുന്ന 3 വാക്ക് ട്രൈറ്റർ, ടൈഗർ, ടെയ്ലർ. കൂടെ പറഞ്ഞേ: ട്രൈറ്റർ, ടൈഗർ, ടെയ്ലർ. ഇനി പിയിൽ വരുന്ന വാക്ക് പോയറ്റ്, പ്രീസ്റ്റ്, പ്രിൻസ്, പോസ്റ്റ് മാസ്റ്റർ, പീർ, പ്രൊപ്രൈറ്റർ, പ്രൊട്ടക്ടർ. ഒന്നും കൂടെ പറഞ്ഞേ: പോയറ്റ്, പ്രീസ്റ്റ്, പ്രിൻസ്, പോസ്റ്റ് മാസ്റ്റർ, പേര്, പ്രൊപ്രൈറ്റർ, പ്രൊട്ടക്ടർ. എച്ചിൽ വരുന്ന 2 വാക്ക് ഹോസ്റ്റ്, ഹണ്ടർ. എച്ചിൽ വരുന്ന വാക്ക് ഏതാ? ഹോസ്റ്റ്, ഹണ്ടർ. ഇയിൽ വരുന്ന വാക്ക് എംബറർ, എൻചാൻഡർ. ഇയിൽ വരുന്ന 2 വാക്ക് ഏതാ? എംബറർ, എൻചാൻഡർ. അപ്പോൾ കുട്ടികളെ, ഇതെല്ലാം മെയിൽ രൂപം. ഇതിൻ്റെ ഫീമെയിൽ പറയാൻ പറഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ഈ വാക്കിൻ്റെ അവസാനം ESS ഇടുക. അപ്പം ജൂ ആണെങ്കിൽ ജ്യൂസ്, കൗണ്ട്, കൗണ്ടസ്, കണ്ടക്ടർ, കണ്ടക്ട്രസ്, ബാരൻ, ബാരനസ്, മർഡറർ, മർഡറസ്, മേയർ, മേയറസ്, മാസ്റ്റർ, മാസ്റ്റർസ്, മാനേജർ, മാനേജറസ്, മില്ലേനിയർ, മില്ലേനിയറസ്, ലയൺ, ലയണസ്, ലെപ്പേർഡ്, ലെപ്പേർഡസ്, ഓദർ, ഓദറസ്, ആക്ടർ, ആക്ട്രസ്, ഗോഡ്, ഗോഡസ്, ജൈൻറ്റ്, ജൈൻറ്റസ്, സ്റ്റിവാർഡ്, സ്റ്റിവാർഡസ്, ഷെപ്പേഡ്, ഷെപ്പേഡസ്, ട്രൈറ്റർ, ട്രൈട്രസ്, ടൈഗർ, ടൈഗ്രസ്, ടെയ്ലർ, ടെയ്ലറസ്, അതുപോലെ പോയറ്റ്, പോയറ്റസ്. ഇങ്ങനെ പോകുന്ന വാക്കുകൾ. അപ്പോൾ നമ്മൾ കോഡ് എങ്ങനെയാണ് പറഞ്ഞത്? JCB വാങ്ങാൻ പോയ MLA GST കണ്ട് PH പോയി. ക്ലിയർ ആണോ? അപ്പോൾ ജെയിൽ വരുന്ന വാക്ക് ഒന്നും കൂടെ പറഞ്ഞേ, എന്നോട് കുറച്ച് പറഞ്ഞേ: ജൂ. സിയിൽ വരുന്ന 2 വാക്ക് കൗണ്ട്, കണ്ടക്ടർ. ബി ആണെങ്കിൽ ബാരൻ. എമ്മിൽ വരുന്ന വാക്ക് മർഡറർ, മേയർ, മാസ്റ്റർ. അപ്പം ഞാൻ ഓരോ തവണ പറയുമ്പോൾ ഇച്ചിരി സ്പീഡ് കൂട്ടി പറയും. അപ്പം നിങ്ങളും അതേപോലെ സ്പീഡ് കൂട്ടി പറയണം. അപ്പം നമ്മൾ ഒരു കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യമാണ് പഠിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ആവേശം നമ്മളും പഠനത്തിൽ കാണിച്ചോണം. മർഡറർ, മേയർ, മാസ്റ്റർ, മാനേജർ, മില്ലേനിയർ. എല്ലിൽ വരുന്ന വാക്ക് ലയൺ, ലെപ്പേർഡ്. എയിൽ വരുന്ന 2 വാക്ക് ഓദർ, ആക്ടർ. ജിയിൽ വരുന്ന വാക്ക് ഗോഡ്, ജൈൻറ്റ്. എസ് സ്റ്റിവാർഡ്, ഷെപ്പേഡ്. ടിയിൽ വരുന്ന വാക്ക് ട്രൈറ്റർ, ടൈഗർ, ടെയ്ലർ. പിയിൽ വരുന്ന വാക്ക് പോയറ്റ്, പ്രീസ്റ്റ്, പ്രിൻസ്, പോസ്റ്റ് മാസ്റ്റർ. വളരെ മാസ്റ്ററിൻ്റെ ഓപ്പോസിറ്റ് മിസ്ട്രസ് എന്നാണ് കേട്ടോ. മാസ്റ്റർ, മാസ്റ്റർസ് പറയല്
മിസ്ട്രസ് എന്നാണ്. മാസ്റ്റർ മിസ്ട്രസ് എന്നാണ്, മറക്കല്ല്. ഓക്കെ, അവിടെ മാസ്റ്റേഴ്സ് ഒന്നും ഇല്ല. അപ്പോൾ പോസ്റ്റ് മാസ്റ്റർ ആണെങ്കിൽ പോസ്റ്റ് മിസ്ട്രസ് പറയണം. പീർ പീറസ്, പ്രൊപ്രൈറ്റർ പ്രൊപ്രൈറ്ററസ്, പ്രൊട്ടക്ടർ പ്രൊട്ടക്സസ്. അടുത്ത ഹോസ്റ്റ്, എച്ചിൽ വരുന്ന 2 വാക്ക്, ഹോസ്റ്റ് ഹണ്ടർ. ഇയിൽ വരുന്ന വാക്ക് എംബറർ എൻചാൻഡർ. ക്ലിയർ ആയോ? ഓക്കെ, ആദ്യത്തെ ചോദ്യം ക്ലിയർ ആയോ? അപ്പം നമ്മൾ പഠിച്ചത് ജെൻഡറാണ്, മെയില് ഫീമെയില് പഠിച്ചു. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ നോക്കിയത് ജെൻഡർ, മെയില് ഫീമെയില്, അതിൽ നമ്മൾ കുറേ വാക്കുകൾ പഠിച്ചു. ഒരു കോഡ് വെച്ചിട്ടും ESSൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് അല്ലെങ്കിൽ ESSൽ അവസാനിക്കുന്ന ഫീമെയിൽ രൂപത്തിന് ഒരു കോഡ് വെച്ചിട്ടും കുറേ വാക്കുകൾ പഠിച്ചു. ഏകദേശം ഒരു 40-50 വാക്കുകൾ പഠിച്ചു കഴിഞ്ഞു ഒരു ചെറിയ സമയത്തിനുള്ളിൽ. ഓക്കെ, താങ്ക് യു.